ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഇറ്റ്സ് ഓൺലൈൻ ട്യൂഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന SLC കെമിസ്ട്രി ചാപ്റ്റർ 1. നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ടുള്ള എന്താണ് IUPAC നെയിമിംഗ് ആണ് അല്ലേ. അപ്പോൾ അതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡാണ് നമ്മളെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ താഴെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ എന്താണ് നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻ വിത്ത് 1 ബ്രാഞ്ച്, ഒരു ബ്രാഞ്ച് ഉള്ളത്. നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻ വിത്ത് മോർ ദാൻ 1 ബ്രാഞ്ച്, ഒരു ബ്രാഞ്ചിൽ കൂടുതലുള്ളത്. നോമൻക്ലേച്ചർ ഓഫ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്, അതായത് ANE, ENE, YNE ഉള്ളത്. ദെൻ നാലാമത്തെ എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. 2 ബ്രാഞ്ച് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡൈ എന്ന് ഉപയോഗിക്കും. 3 ബ്രാഞ്ച് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രൈ എന്ന് ഉപയോഗിക്കും. 4 ബ്രാഞ്ച് ആണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? ടെട്ര എന്ന് നമ്മൾ ഉപയോഗിക്കും. സിംഗിൾ ബോണ്ട് ആണെങ്കിലോ ANE നമ്മൾ ഉപയോഗിക്കും. ഡബിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? ENE ഉപയോഗിക്കും. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിലോ YNE നമ്മൾ ഉപയോഗിക്കും അല്ലേ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണേ. അടുത്തതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ മാത്രം അതിലെ ഉണ്ടാവുമല്ലോ എല്ലാത്തിലും, ആ ഒഴിവാക്കിയിട്ട് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ അങ്ങോട്ട് എന്ത് ചെയ്യുക? ചേർത്താൽ മതി, അത്രേ ഉള്ളൂ. ഇനി ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ നെയിംസ് നമ്മൾ പഠിക്കണം, ബട്ട് 1 വേർഡ് ആയിട്ടുള്ള ചോദ്യം വന്നാൽ പഠിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ സ്ട്രക്ചർ ഫോർമുലയിൽ കൂടുതലായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഈ ഒരു ബോക്സ് ആണ്. ഓക്കെ, ഈ ഒരു ബോക്സിൽ എന്തൊക്കെയാണ് പറയണത്? CH ആണെങ്കിൽ ആൽ ഇടും, CO ആണെങ്കിൽ ഓൺ, COOH ആണെന്നുണ്ടെങ്കിൽ ഓയ്ക്ക് ആസിഡ് നിടും, OH ആണെങ്കിലോ ഓൾ നിടും. ഇനി നമുക്ക് ആദ്യത്തെ സ്ട്രക്ചർ ഫോർമുലയിലേക്ക് പോവാം. ഇവിടെ CH3, CH2, CH2, CH3 ഇവിടെ ബ്രാഞ്ച് ഉണ്ടോ? ഇല്ല. പക്ഷെ എന്തുണ്ട്? എല്ലാം സിംഗിൾ ബോണ്ട് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? നമ്പർ ഇട്ട് കൊടുക്കാം അല്ലെ. 1 2 3 4 ഇങ്ങനെ നമുക്ക് നമ്പർ ഇട്ട് കൊടുക്കാം. നമ്പർ ഇടേണ്ട ആവശ്യമുണ്ടോ ഇതിൽ? ഇല്ല. നമുക്ക് ജസ്റ്റ് എണ്ണിട്ട് അങ്ങനെ എഴുതി കൊടുത്താൽ മതി അല്ലേ. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ ANE എഴുതി കൊടുക്കും. അപ്പോൾ CH3, CH2, CH2, CH3 ആണെന്നുണ്ടെങ്കിൽ മെത്തത്തെ ബ്യൂട്ട്. അപ്പോൾ പിന്നെ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. അപ്പോൾ നമ്മൾ എന്ത് എഴുതി? ബ്യൂട്ടേൻ. അതാണ് അതിൻ്റെ ആൻസർ. അടുത്തത് നോക്ക്, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ഇട്ട് കൊടുക്കണം അല്ലേ. ഫസ്റ്റ് നമ്മൾ നമ്പർ ഇട്ട് കൊടുക്കും 3 4 5. ഇത് നമ്മൾ തിരിച്ചു വിട്ട് കൊടുക്കാം അല്ലേ. 1 2 3 4 5. ഇങ്ങനെ ബ്രാഞ്ചായി കിടക്കുന്ന ആളാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ 2 ബ്രാഞ്ച് ഉണ്ട് അല്ലേ. അപ്പോൾ ഏതിലേക്കാണ് നമ്മൾ ഏതാണ് എടുക്കേണ്ടത്? ചെറുതാണ് നമ്മൾ എടുക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ ചെറുതായിട്ടുള്ളത് 2ഉം പിന്നെ ആരുവാ 4ഉം ആണ്. എങ്ങനെ പോയാലും 2ഉം 4 തന്നെയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതി കൊടുക്കാം 2 4. 2 ബ്രാഞ്ച് വന്നുകൊണ്ട് നമ്മൾ എന്ത് എഴുതി? ഹൈഫൺ ഡൈ. പിന്നെ ബ്രാഞ്ചിലുള്ള ആളാരാണ്? CH3 മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ എന്ത് വരും? മീതൈൽ വരും അല്ലേ. അപ്പോൾ മീതൈൽ, THY, മീതൈൽ. മെത്ത്, ഇത് മെത്ത്, എത്ത് പ്രോപ്പ് ബ്യൂട്ട്, പെന്റ്. അപ്പം എന്ത് വരും? പെൻഡെയിൻ എന്ന് വരും. അടുത്ത നോക്ക്, CH3, CH2, CH3, CH3, CH3. അപ്പോൾ നമ്മൾ നമ്പർ ഇട്ട് കൊടുത്തു നോക്കുകയാണ്. നമ്പർ ഇട്ട് കൊടുക്കാം 1 2 3 4. അപ്പോൾ ഇവിടെ നോക്കിയാലേ 1 2 3 4 5. അപ്പോൾ നമ്മൾ മെയിനായിട്ട് കൺസിഡർ ചെയ്യേണ്ട ഏതാണ്? ഇതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ബ്രാഞ്ചായി കിടക്കുന്ന ആരാ? ഈ ഒരാളാണ് അല്ലേ. അപ്പോൾ നമ്മൾ IUPAC നെയിം എന്താ എഴുതും? 3. എങ്ങനെ 1 3 വന്നോണ്ട് 3 മീതൈൽ, പിന്നെ മെത്ത് എത്ത് പ്രോപ്പ് ബ്യൂട്ട് പെൻഡ്, 3 മീതൈൽ പെൻഡെയിൻ. ഓക്കെ, ഇനി അടുത്ത് ഇത് നോക്ക്, IUPAC നെയിം എഴുതുന്നത് 1 2 3. ഇവിടെ ആരാ? ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് നമുക്ക് വന്നു. അപ്പോൾ നമ്മൾ എന്ത് എഴുതി കൊടുക്കും? 1 2 3 ആണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതി? 3. പിന്നെ നമ്മൾ എന്ത് കൊടുത്തു? ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാ? ഹൈഡ്രോക്സിലാണ് അല്ലേ. OH ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ആഡ് ചെയ്യണം എന്നാ പറഞ്ഞേ? OH ആണെന്നുണ്ടെങ്കിൽ ഓൾ ആഡ് ചെയ്ത് കൊടുക്കണം. OH ആണെന്നുണ്ടെങ്കിൽ മെത്ത് പ്രോപ്പ്. അപ്പോൾ നമ്മൾ എന്ത് ആഡ് ചെയ്യും? 3 പ്രൊപ്പനോൾ. ഓക്കെ, ഇവിടെ നോക്ക്, CH3, CH2, CH2, CH. നമ്പർ ഇട്ടായി നമ്മൾ നോക്കേണ്ടത് ബ്രാഞ്ച് ഉണ്ടോ എന്നാണ്. ബ്രാഞ്ച് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ നമ്പർ ഇട്ടിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? മെത്ത് പ്രോപ്പ് ബ്യൂട്ട്. അപ്പോൾ ബ്യൂട്ട് ANE ആണോ? ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലേ. ഡബിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ എന്താ ആഡ് ചെയ്ത് കൊടുക്കും? ENE ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ബ്യൂട്ടീൻ എന്ന് വരും. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഡു ഫോളോ ഫോർ മോർ.